4n ഈക്വൽ ടു √64 ആയാൽ എന്നിൻ്റെ വില കാണുക. ഇവിടെ 4n ഈക്വൽ ടു √64 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4n ഈക്വൽ ടു √64 വാല്യൂ എത്രയാടാ? 8. ഓക്കെ അല്ലേ? ഇവിടെ 4n ഈക്വൽ ടു ഇവിടെ 8 നമുക്ക് എന്തെന്ന് എഴുതാം? 2ൻ്റെ ക്യൂബ് അല്ലേ 8? 2ൻ്റെ ക്യൂബ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ 4 2ൻ്റെ സ്ക്വയർ അല്ലേടാ? അപ്പോൾ 2ൻ്റെ സ്ക്വയറാണ് 4 എന്ന് പറയുന്നത്. ഈ 2ൻ്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു n എന്ന് നമുക്ക് 4n എഴുതി കൂടെ എഴുതാം. അത് ഈക്വൽ ടു എന്തെന്നാവും? 2a3 എന്നാവും. ഓക്കെ അല്ലേ? ഇവിടെ ഈ 2ൻ്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു n, ഇത് a⁻m ദ ഹോൾ റൈസ് ടു n എന്ന ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് a⁻m ഇൻറ്റു n എന്ന് എഴുതി കൂടെ. അങ്ങനെ എഴുതുമ്പോൾ 2ൻ്റെ സ്ക്വയർ ദ ഹോൾ റൈസ് ടു n എങ്ങനെ മാറും? 2 ഇൻറ്റു n, അതായത് 2n എന്നാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2n അല്ലെങ്കിൽ 2n ഈക്വൽ ടു 2ൻ്റെ ക്യൂബ്. അപ്പോൾ ഈ 2 ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2n ഈക്വൽ ടു 3 എന്ന് എഴുതി കൂടെ. ഇതിൽ നിന്നും എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചിരിക്കുന്ന 2 സമത്തിനപ്പുറത്ത് പോകുമ്പോൾ 3/2 ആവും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3/2, ഓപ്ഷൻ സി.